സദാശിവൻ പിള്ളയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന രവി. ജയസുധയുടെയും സുദീപിന്റെയും കല്യാണം നടക്കില്ല എന്ന് അയാൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാവരും ഇത് കേട്ട് അന്തിച്ചു നിൽക്കുന്നു. സുദീപ് അവിടേക്ക് വരുന്നു. അവനോട് നടന്ന കാര്യങ്ങൾ പറയുന്ന രവി. സുദീപിന്റെ കല്യാണം നടക്കണമെങ്കിൽ ശ്രുതി ഇവിടെ നിന്ന് പോകണമെന്നും അതിന് ശ്രുതിയുടെ കുഞ്ഞിനെ തനിക്കും സബിതയ്ക്കും വേണ്ടെന്നും അതിന്റെ ഭവിഷ്യത്ത് തങ്ങൾ അനുഭവിച്ചോളാമെന്നും രവി സുദീപിനോട് പറയുന്നു. ശ്രുതിയെ കാണാൻ വരുന്ന സുദീപ്. ഇക്കാര്യം അരുൺ തോമസിനോട് പറയുന്ന ശ്രുതി. ഇനി തുടർന്ന് കാണുക. ഇതേത് ദുബായ് നമ്പറാണല്ലോ. 0097150. ഇത് ആരാണിപ്പാ? ഹലോ, ഇതെന്ത് ഭാഷ ഇത്? ആള് മറിയാണ്. ഇത് റോങ് നമ്പറാണ്. ഫോൺ വെച്ചിട്ടാ പറയണൊന്നും മനസ്സിലാവില്ല. ഫോൺ വെച്ചാ. ഹലോ ജോസഫേ, എന്താ ദീപത്തിനെ എന്നിങ്ങോട്ട് വിളിച്ചേ? നീ ആ 3,63,032 രൂപയുടെ കണക്കിങ് തരണട്ടാ. വേണ്ടടാ. ഇവരിപ്പോ എന്തിന്റെ കുഴപ്പാ? ഇവനിപ്പോ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? അവൻ ആ 3,63,032 രൂപയുടെ കണക്കുണ്ട്. എന്നിട്ട് അവൻ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കണേ. അവന്റെ വീട്ടിൽ ഞാൻ ചെന്ന സെറ്റിൽ ചെയ്യാന്ന്. എന്ത് ശല്യാണ്! ഓരോരോ മാരണങ്ങള്. അതോടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തുട്ടാ തന്റെ തീരുമാനം? ഞാൻ പറഞ്ഞില്ലേ സർ, ഞാൻ ആകെ ഒരു കൺഫ്യൂഷനില്ല. താനൊരു മെഡിക്കാണ്. അവന്റെ ഭാവി തീരുമാനിക്കുന്നിടത്തേക്ക് 2 കുടുംബങ്ങളെ അങ്ങ് കൊണ്ടെത്തിച്ചില്ലേ? അത് നന്നായിടോ. ഇതില് 2-3 കാര്യം കൂടെ ചിന്തിക്കണം. ഒന്ന്, അച്ഛൻ്റെ നിലപാട്. അത് പ്രധാനപ്പെട്ടാണ്. മൂപ്പര് അവരെ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും മൂലയിലേക്ക് അങ്ങ് ഒതുക്കും. തൻ്റെ സപ്പോർട്ട് അതോടെ തീരുട്ടാ. തലയ്ക്ക് സുഖമില്ലാത്തവർ പറഞ്ഞാൽ ആരെങ്കിലും കാര്യമായിട്ട് എടുക്കടോ? അങ്ങേർക്ക് ഒരു അസുഖമില്ലെന്ന് എനിക്കും തനിക്കും അങ്ങേർക്കും പിന്നെ ദൈവത്തിന് മാത്രമേ അറിയൂ. അത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് മൂപ്പരെടുക്കണ നിലപാട് നടക്കില്ലെന്നർത്ഥം. അതായത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ജയസുധയായിട്ടുള്ള കല്യാണം മുടക്കി തന്നെ കൊണ്ട് സുദീപിനെ കെട്ടിക്കാന്ന് മൂപ്പര് കരുതിയ നടക്കില്ലെന്ന് ഉറപ്പ്. എങ്കിൽ പിന്നെ മുടിയനും പൊടിയനും കൂടെ ചേർന്ന് എന്തിട്ട് പ്ലാനിടൂ? തന്നെ ആ ഭദ്രകാളിയുടെ മുമ്പിലേക്ക് വിട്ടാലും താൻ പറയുന്നൊന്നും അവര് വിശ്വസിക്കില്ല. തന്നെ അവിടുന്ന് ഇറക്കി വിടുന്നതിൽ കുറഞ്ഞുള്ള യാതൊരു ഒത്തുതീർപ്പിനും അവര് നിൽക്കില്ല. അവസാനം എന്തുട്ട നടക്കുക? തന്നെ അവരെ ചവിട്ടി പുറത്താക്കും. ചവിട്ടി പുറത്താക്കൂടെ അതിലവർക്ക് 2 ഗുണമുണ്ട്. ഈ പശുവിന്റെ പുറത്തിരിക്കണ കൊക്കിനെ പോലെ പശുവിന്റെ കടിയും മാറും, കൊക്കിന്റെ വിശപ്പ് മാറും. എന്നുവെച്ചാ അവന്റെ കല്യാണം നടക്കും, തന്നെ പുറത്താക്കും ചെയ്യാം. കാഞ്ഞ ബുദ്ധിയാട്ടാ 2നും. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? തനിക്കൊരു ഉറച്ച തീരുമാനം വേണം. 1, ഈ കല്യാണം നടക്കണോ വേണ്ടെന്ന്. 2, തനിക്കും കുഞ്ഞിനും അവനോടൊപ്പം ജീവിക്കണോ വേണ്ടെന്ന്. 3, എഗ്രിമെന്റ് പ്രകാരം കുഞ്ഞിനെ പ്രസവിച്ച് കൊടുത്തിട്ട് പോകുന്നവരെ അവിടെ കഴിയണോ വേണ്ടെന്ന്. എന്തേ അവൻ വിളിക്കണ്ടല്ലോ? അരുൺ സാർ പറയും ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. ഞാനിപ്പോ എന്തുട്ടാ പറയാ? എങ്ങനെ കൂട്ടിക്കുറച്ച് നോക്കിയാലും ജീവിതം നഷ്ടപ്പെട്ടത് തനിക്കേട്ടാ. ആദ്യമൊക്കെ പകയില്ലാതെ താൻ തണുത്തപ്പോ ഞാൻ തന്നെ കളിയാക്കിയതാ. അവനെതിരെ പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് താൻ തന്റെ നിലപാട് തുറന്നു പറയണമെന്നാ. എന്നുവെച്ചാ
വേണ്ടോ, ഇനി ഒരു ഇഷ്യൂന് പോണ്ട. താൻ അവിടുത്തെ പെട്ടിയും കിടക്കൊക്കെ എടുത്തോട്ട് ഇറങ്ങിയതല്ലേ, അവിടുന്ന് പോകാൻ അത് തന്നെയല്ലേ അവരുടെ ആഗ്രഹവും. അതും എൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയേ. തനിക്ക് വരാടോ, എപ്പോൾ വേണമെങ്കിലും വരാം. ഇനിയിപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം പോലെ കല്യാണം മുടക്കി അവനെ കെട്ടാനാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, താൻ ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് ചെയ്യാനാ. ഈ കല്യാണം നടക്കണോ വേണ്ടതെന്ന് നോക്കാതെ അവൻ അവളെ കെട്ടാണ്ടിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടോ. അപ്പൻ്റെ കുഞ്ഞ് അതിനെനിക്കൊന്നും പറയാനില്ലട്ടാ. പെറ്റമ്മയുടെ നോവും പോറ്റമ്മയുടെ ചാവും അത് അനുഭവിക്കുന്നവരുടെ മനോഭാവം പോലെയാണ്. തനിക്ക് ആരുമില്ലെന്നുള്ള തോന്നൽ വേണ്ട, ആരെങ്കിലുമൊക്കെ ഉണ്ടോ. ദേ, ഇതാവണം താനും സുദീപും തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ച. അതാണ് നല്ലത്. ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം പോലെ. താൻ പോയി കാണൂ, താഴെ നിന്ന് സംസാരിച്ചാൽ മതി. എത്ര നേരിട്ട് ഞാൻ അവിടെ കാത്തേക്ക? അറ്റ്ലീസ്റ്റ് ആ ഫോണൊന്നും എടുത്ത് മറുപടി പറയായിരുന്നില്ലേ? ഇവിടെ കാത്തേക്കാൻ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ തിരക്കുണ്ട്. ആർക്കെങ്കിലും വേണ്ടി എനിക്ക് എൻ്റെ സമയം കളയാൻ പറ്റില്ല. വണ്ടിയിലോട്ട് കയറ്. ഈ വണ്ടി കയറിയ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അല്ല, അതുപോലെയാണല്ലോ കാര്യങ്ങൾ. അതീ സംസാരിക്കേണ്ട, വണ്ടിയിലോട്ട് കയറ്. നീ എന്തിനെന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടു വന്നത്? ഇവിടെ കൊണ്ടുവന്ന് ഇല്ലാതാക്കാനാണോ? പോയാ ഒന്നല്ലല്ലോ, 2 ജീവനല്ലേ. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നും നിന്റെ ശബ്ദവും നോട്ടോ എത്തുന്നിടത്താൻ ഞാനുള്ളത്. എന്തായാലും സംസാരിക്കാൻ തോന്നിയല്ലോ, സന്തോഷായി. അല്ല, ഇത്രയും വലിയ ആമുഖത്തിന്റെ ആവശ്യം എന്താ? കാര്യം പറയാൻ. ഇഷ, എനിക്ക് നിന്നോട് വേറെ ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇഷയോ? ഇഷ ഇപ്പൊ ഇല്ല. ഇത് ശ്രുതിയാ, ശ്രുതി ജയകൃഷ്ണൻ. അതാണ് എന്റെ പേര്. നീ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. നീ പറയാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയാം.
ഇന്നലെ രാത്രി എന്റെ മുന്നിൽ ഡോറ് വലിച്ചടച്ചത് ഞാൻ കണ്ടതാ. പുതുതായിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. അപ്പം മൊത്തത്തിൽ പ്രിപ്പയർഡ് ആയിട്ടാണല്ലോ സാർ വന്നിരിക്കുന്നത്. സാറ് പറ, ഞാൻ കേൾക്കാം. ഇഷ, നീ എന്നോട് ചെയ്തത് നീയും മറന്നിട്ടില്ല, ഞാനും മറന്നിട്ടില്ല. നമുക്കങ്ങനെ മറക്കാനും കഴിയില്ല. അതിനൊക്കെ എന്റേതായ ന്യായങ്ങൾ എനിക്കുണ്ട്. അതൊന്നും വാദപ്രതിവാദത്തിനായി ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. നിന്റെ ന്യായങ്ങൾ നീ പറയണം, അതെനിക്കറിയണം. അതിനുവേണ്ടി ഒരുപാട് ഞാൻ അലഞ്ഞിട്ടുണ്ട്. എനിക്ക് എവിടെയാ പിഴച്ചതെന്ന്, നിന്നെ എവിടെയാ ഞാൻ മറന്നതെന്ന് എനിക്കറിയണം. ലോകത്തിലെ എല്ലാ റിലേഷൻസും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് എന്നും അവൻ്റേതായിരിക്കണമെന്ന്. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നുണ്ട്, അവളുടെ പേരിനൊപ്പം മറ്റൊരു പേരും ചേർത്ത് കേൾക്കരുതെന്ന്. അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എവിടെയാണ് നമുക്കതൊക്കെ തെറ്റിയതെന്ന് എനിക്കറിയില്ല. നമുക്കിടയിൽ ആരോ നല്ലതുപോലെ നാടകം കളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇപ്പോഴും കളിക്കുന്നത് ഒരു നാടകമാ. എന്നെ ഇത്രയും ദൂരം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതും മറ്റൊരു നാടകം. സുദീപേ, നീ ഒരിക്കലും മാറില്ല. ഇത്രയും സിറ്റുവേഷൻ നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടും നീ മാറിയിട്ടില്ല. ഇത്രയും കാലം നീ എന്നെ പറഞ്ഞു പറ്റിച്ചു, ഇപ്പോഴും ഈ നിമിഷം വരെ. ഇപ്പോഴും നീ എന്നെ വിളിച്ചോണ്ട് വന്നത് ആ കല്യാണം നടത്താനുള്ള മറ്റൊരടവല്ലേ? നിന്റെ ചേട്ടനും ചേട്ടത്തിയും ചേർന്നുള്ള പുതിയൊരടവ്. എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അവർ ശ്രമിച്ചപ്പോ നീയും കൂട്ടുനിന്നു. നിന്റെ അച്ഛൻ കൈ പിടിച്ചു നിർത്തിയതുകൊണ്ട് മാത്രം ഞാനിപ്പോ അവിടെ നിൽക്കുന്നത്. നിന്നോട് ഞാനൊരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ജയസുതി ആയിട്ടുള്ള കല്യാണത്തിന്റെ ആ നിമിഷം വരെ ഞാൻ നിനക്ക് സമയം തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അത് തന്നെ ആവർത്തിക്കാം. സുദീപ്, ഞാൻ പോയേക്കാം. നിന്റെ വായിന്ന് ആ നല്ല വാക്ക് കേൾക്കുന്ന നിമിഷം വരെ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും സുധി. എന്റെ കുഞ്ഞിന്റെ തന്തയെ പറ്റി നീ ഇല്ലാത്തത് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അത് തെളിയിക്കാൻ ഒരു വഴി സ്വീകരിക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. നിന്നെ ഭയന്നിട്ടല്ല, അത് നീ മനസ്സിലാക്കണം. എന്താ ഞാനത് ചെയ്യാതിരുന്നേന്ന്? ഒരു പെണ്ണ് വിചാരിച്ച എന്ത് നടക്കും? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മതി നിന്നെ നിന്റെ കുടുംബത്തെ നടുത്തെരുവിൽ കൊണ്ടു നിർത്താൻ. കാശ് കൊടുത്ത ഇന്ന് എന്ത് നടക്കുന്ന കാല? ചില പെൺകുട്ടികൾ ചെയ്യുന്ന പോലെ നിന്നെ കഷ്ണം കഷ്ണാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി ആ കായലിൽ തള്ളിയനെ. ഇയാളൊന്നുകൂടെ വായിച്ചേ. ശരി സർ. മേൽപ്പടി പ്രോപ്പർട്ടിയുടെ ബ്ലൂ പ്രിന്റ് പ്രകാരമുള്ള വിവരങ്ങൾ. മേൽപ്പടി പ്രോപ്പർട്ടിയുടെ ബ്ലൂ പ്രിന്റ് പ്രകാരമുള്ള വിവരങ്ങൾ അടിയന്തരമായി എത്തിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രസ്തുത പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ ശ്രുതി മാഡം ആയിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഫോർമാറ്റ് അറിയായിരുന്നു സർ. എന്നിട്ട് ശ്രുതി മാം ആയിരുന്നെങ്കിൽ കൃത്യമായ ഫോർമാറ്റ് അറിയായിരുന്നു. എടോ, ശ്രുതി മാഡം ഇല്ലായിരുന്നപ്പോ നമ്മുടെ കമ്പനി ഇവിടെ ഇല്ലായിരുന്ന? ഉണ്ടായിരുന്നു സർ. ആ എടോ, കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് താൻ എഴുതിക്കൊണ്ടതേ. ശരി സർ. എത്ര നേരടോ? 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം മണിക്കൂർ എത്രയെന്നറിയോ? താനെവിടെ? താഴെ അല്ല, ഞാൻ വന്നോണ്ടിരിക്കുക സർ. വന്നോണ്ടിരിക്കണ? ഇത് ശരിയല്ലട്ടാ. ഒരു സ്റ്റാഫിനെ ക്ലയന്റ് വന്ന് വിളിച്ചോണ്ട് പോണു, അതും ഓഫീഷ്യൽ അല്ലാതെ.
ഒരു സമയം പാലിക്കണ്ടോ? താൻ ആ ഫോൺ സുദീപിനെ കൊടുത്തേ. സുദീപ് ഇപ്പൊ എന്റെ കൂടെ ഇല്ല. സുദീപ് ഇല്ലെന്നാ? ഞാനിപ്പോ ഓട്ടോയില് വന്നോണ്ടിരിക്കുക. ഓട്ടോയില്ല? അപ്പൊ സുദീപ് എവിടെ? സുദീപ് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം സർ. ഞാനിപ്പോ അവിടെ എത്തും. താനിത് എവിടെയാണ് പറയടോ? ഞാനിപ്പോ എത്തും അവിടെ. അമ്മച്ചി, ഞാനങ്ങോട്ട് വിളിക്കാം. സുധേ, ഇയാൾ ഈ ഗ്രാമർ ഒന്ന് കറക്റ്റ് ചെയ്തേ. താനിക്ക് വന്നേ. ഹോ, എൻ്റെ മാതാവേ. ഇരിക്കടോ. പോയിട്ടെന്തായി? ഞാൻ കരുതി നിങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാവുന്നത്. എന്നിട്ട് എന്ത് തീരുമാനിച്ചടോ? ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടാ തന്നെ അങ്ങോട്ട് അയച്ചത്. എന്നിട്ട് എന്ത് തീരുമാനത്തിലെത്തിന്ന് താൻ പറ. തൻ്റെ കുഞ്ഞിനെ അവർക്ക് പ്രസവിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചോ? അതോ നീ എല്ലാം കോംപ്രമൈസ് ചെയ്തിട്ട് അവിടെ അങ്ങ് കൂടാൻ തീരുമാനിച്ചോ? അവന് പറയാനുള്ളത് കേട്ടിട്ടാവാന്ന് കരുതിയ. സാറ് പറഞ്ഞതുപോലെ അവന്റെ ലക്ഷ്യം ഞാൻ ചിന്തിക്കുന്നതിലപ്പുറം. എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ടുപോയത് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്താ. സിറ്റിയിൽ നിന്ന് വിട്ട് അധികം ആൾപ്പാർപ്പില്ലാത്ത കായലോട് ചേർന്നൊരു സ്ഥലത്ത്. അവന്റെ ആറ്റിറ്റ്യൂഡും ആ സ്ഥലവും അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അത് ഞാൻ വിചാരിച്ചതാണ്. ആ മുടിയും കടിയുടെയും ഭാര്യയുടെയും പ്ലാനിങ്ങിന് അപ്പുറത്തായിരിക്കും അവന്റെ പ്ലാൻ. അവനാണല്ലോ ശ്രുതിയെ ഭയക്കേണ്ടത്. കൊണ്ടുപോയത് കുഴിച്ചു മൂടാനായിരിക്കടോ. ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. അവന്റെ നാടകങ്ങൾക്ക് മുന്നിൽ അങ്ങനെ തോറ്റുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്കുണ്ട് വാശികൾ, ആഗ്രഹങ്ങൾ. എനിക്കും ജീവിക്കണം. ദേ കിടന്നു പിന്നെയും വാശി വാശി വാശി. എടോ, എനിക്കറിയടോ, അവൻ ഫ്രോഡാണ്. ഫ്രോഡിനെ കലംബിരിയാണി വെച്ചവനാണവൻ. ദേ, താൻ അപകടമൊന്നും കൂടാതെ തിരിച്ചെത്തില്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഒരു തീരുമാനവും പറയാതെ ഞാൻ പിരിഞ്ഞത്. അവൻ ഇനിയും വരും. ദേ, അവനെ വിശ്വസിക്കണ്ട, അവൻ തന്നെ ഇല്ലാതാക്കും. ഡോ, താനും തന്റെ കുഞ്ഞും ജീവനോടെ ഇരിക്കുന്നിടത്തോളം അവനൊരു അപകടം തന്നെയാണ്. അവനെ എന്തുട്ടാ ചെയ്യാൻ പറ്റുക? അങ്ങ് തീർത്തളയാ, അത്ര തന്നെ. 1-2 ലക്ഷം മുടക്കിയ നല്ല ചൊണയുള്ള ആമ്പിളര് അവന്റെ മുടി പോലും ബാക്കി വയ്ക്കാതെ തീർത്തളയും. ഇനി ഞാൻ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും എന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്ന് സമ്മതിക്കാതെ ഇനി ഞാൻ പുറകോട്ടില്ല. അതെന്റെ വാശിയാ. അതിനുള്ള അവസാന സമയം വരെ ഞാൻ കൊടുത്തു. അത് വരെ നോക്കും ഞാൻ. എത്ര വർഷത്തേക്ക്? 10 വർഷത്തേക്കാ അതോ 20 വർഷത്തേക്കാ? എടോ, താനീ പറയുന്നൊന്നും സംഭവിക്കാൻ പോണില്ലടോ. അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് കല്യാണം നടത്തി കൊടുക്കാമെന്ന് താൻ വിചാരിക്കണ്ട. അതൊന്നും നടക്കില്ല. തന്നെ പുറം കാല് കൊണ്ട് അവൻ ചവിട്ടി ഇറക്കടോ. പുഷ്പം പോലെ ഒഴിവാക്കിയിട്ട് അവൻ ആ കല്യാണം നടത്തുകയും ചെയ്യും. താൻ വാശി പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. താനേ തോറ്റ പെണ്ണാ. അവന്റെ മുമ്പില് പിഴച്ച പെണ്ണാ. അവന്റെ വീട്ടുകാരുടെ മുന്നിലും. താനേ തോറ്റ പെണ്ണാ. അവന്റെ മുമ്പില് പിഴച്ച പെണ്ണാ. അവന്റെ വീട്ടുകാരുടെ മുന്നിലും. താൻ പിഴച്ച പെണ്ണല്ലെന്ന് അവൻ സമ്മതിക്കാനും പോണില്ല. അതറിയടോ. എടോ, ഇനി തനിക്ക് ആ വീട്ടിൽ സ്ഥാനമില്ല. പിന്നെ താൻ എന്തുട്ട് തെളിയിക്കുന്ന പറയണേ? തന്നെയും കുഞ്ഞിനെ അവൻ വെട്ടിയരിഞ്ഞ് കായലിൽ താത്തും. താത്തുടോ, തന്നെ ഏതെങ്കിലും കായലിലോ പുഴയിലോ തോട്ടിലോ
ചേർത്ത് വെറുത്ത് ആളറിയാതെ അനാഥജടമായിട്ടങ്ങ് പൊങ്ങും. അത്രേ ഉള്ളൂ. അതിനാണോ തൻ്റെ ഒടുക്കത്തെ വാശി? എടോ, തന്നെ ആര് തിരിച്ചറിയടോ? ഡോ, തനിക്കൊരു വീടുണ്ടോ? ഒരു കുടുംബമുണ്ടോ? അവകാശം പറഞ്ഞു വരാൻ മാതാപിതാക്കളുണ്ടോ? തനിക്കൊരു മേൽവിലാസം ഉണ്ടോ? ഇതിന് തനിക്കൊരു പേരുണ്ടോ മര്യാദയ്ക്ക്? പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുത്താൽ അന്വേഷിക്കാൻ ഒരു പട്ടിയും വരില്ല. എടോ, ഇതാരാ ഈ ശ്രുതി? ഇതാരാണ് ഈ അരവിന്ദ്? ഇതാരാ ഈ ഇഷ? പറയടോ, തനിക്കൊരു മേൽവിലാസം പോലുമില്ല. ഗർഭത്തിന്റെ ഉത്തരവാദി അവനാണെന്ന് പറഞ്ഞ് നടക്കണു. താൻ പോയി തെളിയിക്ക്. ഇനിയിപ്പോ അവന്റെ കല്യാണത്തിന് എത്ര ദിവസം ഉണ്ടോ? അതിനു മുമ്പ് തന്നെ അവൻ തീർത്തിരിക്കും. താൻ നോക്കിക്കോ. ഗർഭം തെളിയിക്കാൻ നടക്കണു. അവനാണെങ്കിൽ കൊല്ലാൻ നടക്കണു. ഞാൻ പിന്നെ എന്ത് ചെയ്യണം സർ? എടോ, തന്റെ കുഴപ്പമാണ് ഇതെല്ലാം. തന്റെ മാത്രം കുഴപ്പമാണ്. തന്നെ പോലുള്ള പെണ്ണുങ്ങളുടെ കുഴപ്പമാണോ ഇതൊക്കെ? കണ്ടവന്റെ ഒക്കെ ബൈക്കിൽ കയറി തെക്കവിടേക്ക് നിറങ്ങിയിട്ട് ഇപ്പൊ ഗർഭം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുക. താൻ പോയി തെളിയിക്കടോ. DNA ടെസ്റ്റ് എടുത്ത് ഗർഭം തെളിയിക്കാൻ നടക്കണു. വിവരമില്ലാത്ത ആൾക്കാരായി പോയ ഇങ്ങനാ ഓരോന്ന് തെളിയിക്കാൻ നടക്കുന്നു. തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓഫീസിലെ എന്തെങ്കിലും ഒരു ജോലി നടക്കണ്ട. എന്തെങ്കിലും ഒരു മറുപടി പറയടോ. കഴിഞ്ഞ ദിവസം ഇയാൾ എന്നെ പഠിപ്പിക്കണ്ടായിരുന്നല്ലോ ഞാനിവിടെ ഇങ്ങനെ കറങ്ങുകയാണെന്ന്. ഇന്ന് ഏതെങ്കിലും ഒരു ഫയൽ താൻ നോക്കിയോ? എന്താടോ മിണ്ടായിരിക്കണേ? വായ തുറന്ന് എന്തെങ്കിലും പറയടോ. എല്ലാ മാസം കൃത്യമായിട്ട് കാശ് എണ്ണി വാങ്ങിക്കണില്ല. ഇവിടെ ഓരോരുത്തരും മാട് പോലെ കിടന്ന് പണിയെടുക്കുക. നോക്കി പഠിപ്പിക്കണേ. ഗർഭം തെളിയിക്കാൻ നടക്കണു. എന്നാ പിന്നെ പോയി തെളിയിക്കടോ. കൊച്ചിന്റെ പിതൃത്വം പോയി തെളിയിക്കാൻ.